നമസ്കാരം, ബ്രില്യന്റ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ആഴ്ചത്തെ പ്രധാന വിശേഷങ്ങൾ. 2024 ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു. മികവാർന്ന വിജയവുമായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് അലങ്കാരമായി ഇനി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ലെക്ചർ ഹാൾ. ഒന്നാം വർഷ MBBS വിദ്യാർത്ഥികൾക്കായി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിവിധ മെഡിക്കൽ കോളേജ് യൂണിയനും ബ്രില്യന്റും. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്ലാസ് ടീച്ചർമാരെ അനുമോദിച്ച് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ആഗ്രഹിച്ച മെഡിക്കൽ കോളേജുകളിലെത്തിയ സന്തോഷം പങ്കുവെക്കാൻ വീണ്ടും ബ്രില്യന്റിലെത്തി വിദ്യാർത്ഥികൾ. വിവിധ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഈ വർഷം ലഭിച്ച നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അനുമോദിച്ച് ബ്രില്യന്റ്. ഹാർവാർഡ് സർവകലാശാലയിൽ 3.25 കോടി രൂപയുടെ സ്കോളർഷിപ്പ് സാധ്യമാക്കി ബ്രില്യന്റിലെ പൂർവ്വ വിദ്യാർത്ഥിനി ആൻഡ്രിയ. ബ്രില്യന്റിലെ വിവിധ പ്രോഗ്രാമുകളുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. IIT എയിംസ് 2-ഇയർ പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം വിവിധ സെന്ററുകളിൽ വെച്ച് നടന്നു. CUET 2024 ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ലിസ്റ്റിൽ മിന്നുന്ന വിജയവുമായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. റിപ്പോർട്ട് പരിശോധിക്കാം. 2024 CUET എക്സാമിലൂടെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ലിസ്റ്റിൽ മികച്ച നേട്ടമാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. അഖിലേന്ത്യാ തലത്തിൽ 2ാം റാങ്കോടെ ശ്രേയ ലക്ഷ്മിയും 3ാം റാങ്കോടെ പൗർണമിയും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചു. ഓൾ ഇന്ത്യ തലത്തിൽ ആദ്യ 100 റാങ്കിൽ ബ്രില്യന്റിലെ 10 വിദ്യാർത്ഥികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇതോടെ ഈ വർഷത്തെ എല്ലാ എൻട്രൻസ് റിസൾട്ടിലും സമ്പൂർണ്ണ ആധിപത്യമാണ് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ സാധ്യമാക്കിയത്. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി എന്തിനും തയ്യാറാകുന്ന ഒരു കുടുംബമാണ് ബ്രില്യന്റ്. ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലായി ബ്രില്യന്റിലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സ്വപ്നം നേടിയെടുത്ത് വിദ്യാർത്ഥികൾ ബ്രില്യന്റിൽ നിന്നും പടിയിറങ്ങിയാലും അവർക്ക് എപ്പോഴും കൈത്താങ്ങായി ബ്രില്യന്റ് ഒപ്പമുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ലെക്ചർ ഹാൾ നൽകിയിരിക്കുകയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാതൃകാപരമായ പ്രവൃത്തി കൊണ്ട് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എപ്പോഴും ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. ബെർലിൻ വിക്ടറി ഡേയിൽ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് 40 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകാപരമായ പ്രവൃത്തി കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് ഇടുക്കിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയ ലെക്ചർ ഹാൾ സ്പോൺസർ ചെയ്ത് ബ്രില്യന്റ് മാതൃകയായത്. ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ, കോളേജ് പ്രിൻസിപ്പൽ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ലെക്ചർ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ബഹുമാനപ്പെട്ട ബ്രില്യന്റ് ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് സാറാണ്. വിദ്യയോടൊപ്പം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വിദ്യ അഭ്യസിക്കുന്നിടവും. മാതൃകാപരമായ ഈ സഹായത്തിന് അനുമോദനങ്ങളും ആശംസകളും നേർന്ന് ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ വേദിയിൽ സംസാരിക്കുകയും ചെയ്തു. 1ാം വർഷ MBBS അഡ്മിഷനുകൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സഹായമായി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങളുമായി വിവിധ മെഡിക്കൽ കോളേജ് യൂണിയനും ബ്രില്യന്റും. വിശദാംശങ്ങൾ. മുൻവർഷങ്ങളിലെ പോലെ തന്നെ MBBS അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ അഡ്മിഷൻ നടപടിക്രമങ്ങളിൽ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മെഡിക്കൽ കോളേജ് യൂണിയനുകളും ബ്രില്യന്റ് സ്റ്റഡി സെന്ററും സംയുക്തമായി ഹെൽപ്പ് ഡെസ്കുകൾ നിർമ്മിക്കുകയാണ്. അതിന്റെ ഭാഗമായി യൂണിയൻ ഭാരവാഹികളുടെ പേരും കോൺടാക്ട് നമ്പറും ഉൾപ്പെടുന്ന പോസ്റ്റുകൾ ബ്രില്യന്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൊളാബ് ചെയ്ത് പങ്കുവെക്കുകയും ചെയ്തു. ആദ്യമായി കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ബ്രില്യന്റും വിവിധ മെഡിക്കൽ കോളേജ് യൂണിയനുകളും ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കുന്നതിനായി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ ബ്രില്യന്റിലെ മികച്ച ക്ലാസ് ടീച്ചർമാരെയും വാർഡന്മാരെയും അവാർഡ് നൽകി അനുമോദിച്ചു. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ സെന്ററുകളുടെയും ക്ലാസ് ടീച്ചർമാരുടെയും ഹോസ്റ്റൽ വാർഡന്മാരുടെയും യോഗം ചേരുകയുണ്ടായി. യോഗത്തിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ടീച്ചർമാരെ അനുമോദിച്ചത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഉൾപ്പെടെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുകയുണ്ടായി.
ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ മറ്റ് സെന്ററുകളിൽ നിന്നുള്ള ടീച്ചർമാർ ഓൺലൈനായിട്ടും ഭാഗമായി. ക്ലാസ് ടീച്ചർമാർക്കും വാർഡന്മാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ ഡയറക്ടർമാർ യോഗത്തിൽ വെച്ച് നൽകി. ന്യൂസ് ഡെസ്ക്, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ, പാലാ. ബ്രില്യന്റ് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളായി വന്ന് ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിലെത്തിയ നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പസിലെത്തുകയുണ്ടായി. റിപ്പോർട്ടിലേക്ക്. ഈ ആഴ്ചയിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളിൽ നിന്നും ബ്രില്യന്റ് ഓർമ്മകൾ പുതുക്കുന്നതിനായി പാലായിലേക്ക് വന്നത്. എമറാൾഡ് ഹോസ്റ്റലിൽ ഒന്നിച്ച് താമസിച്ച്, ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനികളായ ശ്രീലക്ഷ്മി, അർച്ചന, മഞ്ചേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ജല റിഹാൻ, തഞ്ചാവൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ലിസബത്ത് എന്നിവർ തങ്ങളുടെ സെക്കൻഡ് ഹോമായിരുന്ന ബ്രില്യന്റിലേക്ക് വീണ്ടുമെത്തി ഓർമ്മകൾ പങ്കുവച്ചു. അതോടൊപ്പം തന്നെ എയിംസ് മംഗളഗിരി വിദ്യാർത്ഥിയായ റയാൻ, എയിംസ് നാഗ്പൂർ വിദ്യാർത്ഥിയായ വിവേക് എന്നിവരും എയിംസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ബ്രില്യന്റിലെത്തുകയും അധ്യാപകരെ കണ്ട് മടങ്ങുകയും ചെയ്തു. വിജയത്തിന്റെ മാറ്റലി കൂട്ടി ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി ബ്രില്യന്റിന്റെ സ്റ്റാഫ് അംഗങ്ങൾ. റിപ്പോർട്ടിലേക്ക്. 41 വർഷത്തെ പരിശീലന മികവ് കൊണ്ട് എൻട്രൻസ് മേഖലയിൽ ബ്രില്യന്റ് എന്നും ശ്രദ്ധേയമാണ്. ഓരോ വർഷവും ബ്രില്യന്റിന്റെ റിസൾട്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണെങ്കിലും അതിൽ വിവരണാതീതമായ സ്ഥാനം വഹിക്കുന്നവരാണ് ബ്രില്യന്റിലെ ഓരോ സ്റ്റാഫ് അംഗങ്ങളും. ഈ വർഷം ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ്, കീം പ്രവേശന പരീക്ഷകളിൽ ബ്രില്യന്റിൽ പരിശീലനം നേടി ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം IIT, NIT, IIIT, ബിറ്റ്സ് പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രവേശിച്ച ബ്രില്യന്റിൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു വർഷം കൃത്യമായ പരിശീലനവും വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകി വിദ്യാർത്ഥികളെ വഴി നയിച്ചത് ബ്രില്യന്റിലെ സ്റ്റാഫ് അംഗങ്ങളാണ്. സഹോദരി തുല്യമായി അവർക്കൊപ്പം നിന്ന് അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതുവരെ അവരോടൊപ്പം സ്വപ്നം കണ്ടവരാണ് ഓരോ സ്റ്റാഫ് അംഗങ്ങളും. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രില്യന്റിലെ IIT ബാച്ചിന്റെ അണിയറ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട ബ്രില്യന്റ് ഡയറക്ടർ സന്തോഷ് കുമാർ ആദരിച്ചു. അവരെയെല്ലാം ഏറെ അനുമോദിച്ചുകൊണ്ട് സന്തോഷ് സാർ സംസാരിക്കുകയുണ്ടായി. വിജയമെന്നത് കൂട്ടായ പരിശ്രമമാണെന്നും ആ പരിശ്രമം ബലം കണ്ടിരിക്കുകയാണെന്നും ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഈ വിജയഗാഥ നമ്മൾ ഒന്നിച്ചു നിന്ന് വർദ്ധിപ്പിക്കുമെന്നും സന്തോഷ് സാർ പങ്കുവച്ചു. കേരളത്തിന്റെ അഭിമാനമായി ബ്രില്യന്റിലെ പൂർവ്വ വിദ്യാർത്ഥി ആൻഡ്രിയ. ഹാർവാർഡ് സർവകലാശാലയിൽ 3.25 കോടി രൂപയുടെ സ്കോളർഷിപ്പോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസിൽ ഈ വിദ്യാർത്ഥിനിക്ക് ഗവേഷണത്തിലുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ആൻഡ്രിയ. വിശദാംശങ്ങളിലേക്ക്. കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി. +1, +2 പഠനകാലത്ത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലും കോച്ചിംഗ് അനുഷ്ഠിച്ച ഞങ്ങളുടെ സ്വന്തം ആൻഡ്രിയ. സ്കൂൾ കാലത്ത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചപ്പോൾ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നത്തിന്റെ ചിറകിലേറിയുള്ള യാത്ര ആൻഡ്രിയയെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചിരിക്കുകയാണ്. IIT മദ്രാസിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ BTech, MTech ബിരുദം നേടിയ തൃശൂർ ആളൂർ സ്വദേശിനിയായ ആൻഡ്രിയ ഹാർവാർഡിൽ PhDക്ക് അഡ്മിഷൻ നേടിയത് $4,10,000 സ്കോളർഷിപ്പോടെയാണ്. ഇന്ത്യൻ രൂപ 3.25 കോടി രൂപയുടെ സ്കോളർഷിപ്പോടെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസിലാണ് ആൻഡ്രിയ ഗവേഷണം നടത്താൻ പോകുന്നത്. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച ആൻഡ്രിയയ്ക്ക് സ്റ്റാൻഫോർഡ്, ഇലിനോയ്സ് സർവകലാശാലകളിലും അഡ്മിഷൻ ലഭിച്ചിരുന്നു. ഇനിയും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടാനാകുമെന്ന പ്രതീക്ഷയോടെ ആൻഡ്രിയയ്ക്ക് എല്ലാ കാലവും മുന്നോട്ട് നീങ്ങാം. ബ്രില്യന്റ് കുടുംബാംഗങ്ങളുടെ ആശംസകൾ. ബ്രില്യന്റിന്റെ വിവിധ പ്രോഗ്രാമുകളുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. നീറ്റ്, JEE ഉൾപ്പെടെയുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്രില്യന്റിന്റെ വിവിധ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. നീറ്റ് ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ബാച്ച് സെപ്റ്റംബർ 2 കേരളത്തിലുടനീളം ആരംഭിക്കും. നീറ്റ് 2025 ബ്രില്യന്റ് ടെസ്റ്റ് സീരീസും കേരളത്തിലും ദുബായിലുമായി സെപ്റ്റംബർ 1 ആരംഭിക്കും. IIT എയിംസ് +2 കോച്ചിംഗ് പ്രോഗ്രാമിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റ് സെപ്റ്റംബർ 29 നടക്കാനിരിക്കെ അതിനോടനുബന്ധിച്ചുള്ള മോക്ക് ടെസ്റ്റ് സെപ്റ്റംബർ 1 നടക്കും. ലോങ് ടേം 2026 എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രോഗ്രാമിന്റെ അടുത്ത ഓൺലൈൻ ബാച്ച് സെപ്റ്റംബർ 4 ആരംഭിക്കും. CUET UG പ്രോഗ്രാമിന്റെ
പുതിയ ബാച്ച് ആഗസ്റ്റ് 26-ന് ആരംഭിച്ചു കഴിഞ്ഞു. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രില്യന്റിന്റെ IIT എയിംസ് 2-ഇയർ പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ബ്രില്യന്റിന്റെ വിവിധ സെന്ററുകളിൽ വെച്ച് നടക്കുകയുണ്ടായി. 2 വർഷത്തെ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങിലൂടെ 2026-ലെ നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, കീം പോലുള്ള പ്രവേശന പരീക്ഷകളിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തോടെയാണ് വിദ്യാർത്ഥികളെല്ലാം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഭാഗമായത്. ദൃശ്യങ്ങളിലേക്ക്. +1, +2 പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനം നൽകുന്ന ബ്രില്യന്റിന്റെ IIT എയിംസ് 2-ഇയർ പ്രോഗ്രാമിന് വലിയ സ്വീകാര്യതയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഭിക്കുന്നത്. സ്കൂൾ തലത്തിലും എൻട്രൻസ് മേഖലയിലും ഒരേപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വിദ്യാർത്ഥികൾ തന്നെ അഭിപ്രായപ്പെടാറുണ്ട്. ഞാൻ 10th വരെ ഇവിടെ കണ്ണൂരിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ +1, +2 വേണ്ടി ഞാൻ കോട്ടയത്തേക്ക് പോയി. അവിടുത്തെ സ്കൂളിൽ ഞാൻ പഠിച്ചത്. ദിവസത്തിൽ 3-4 മണിക്കൂർ ബ്രില്യന്റിന്റെ കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സമയം സ്കൂളിന്റെ ക്ലാസ്സസും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ലതായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടും. എന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാം സാർമാരെല്ലാം ബേസ് മുതൽ തന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് മോഡൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അറിയാത്തത് പോലും ആണെങ്കിൽ പോലും കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ +1, +2 ഞാൻ ബ്രില്യന്റിന്റെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. രാവിലെ മുതൽ ഉച്ച വരെ സ്കൂൾ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം ബ്രില്യൻറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊരു സിൻക്രണൈസ്ഡ് ആയിട്ട് പോയതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല ക്ലാസ്. ഇപ്പോൾ സ്കൂൾ പഠിപ്പിക്കുന്ന സാധനം സിമിലർ ആയിട്ടായിരിക്കും ബ്രില്യൻ്റെ ക്ലാസ്സെല്ലാം വരുന്നത്. ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ പിന്നെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫുൾ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസി ലെവൽ, ഏറ്റവും ബേസ് ഈസി ലെവൽ, പിന്നെ കുറച്ച് നല്ല ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അവസാനമായപ്പോൾ പിന്നെ കോൺഫിഡൻസ് കിട്ടി. നീറ്റ് എക്സാം ഹാളിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കൂളായിരുന്നു. എന്ന് വെച്ചാൽ കുറേ മോക്ക് ടെസ്റ്റും യൂണിറ്റ് എക്സാമിൽ എഴുതിയോണ്ട് ഒരു ബ്രില്യൻ്റ് എക്സാം പോലെയാണ് തോന്നിയത് ഫസ്റ്റ് ഓഫ് ഓൾ. ബ്രില്യന്റിന്റെ വിവിധ സെന്ററുകളിലായി IIT എയിംസ് 2-ഇയർ പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ ക്ലാസുകൾ നടക്കുകയുണ്ടായി. കൊല്ലത്ത് ഏറ്റവും പുതിയതായി ആരംഭിച്ച +1, +2 ലോങ് ടൈം IIT ബാച്ചിലേക്ക് ഉയർന്ന ഭാവി സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും കടന്നുവന്നു. ഡയറക്ടർ സന്തോഷ് കുമാർ, കോർഡിനേറ്റർമാരായ ജൂണി സെബാസ്റ്റ്യൻ, ബിനോയ് ജോസഫ് എന്നിവർ പ്രതീക്ഷയോടെ എത്തിയ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും രാജ്യത്തെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ കരിയറിനുണ്ടാവുന്ന വലിയ നേട്ടത്തെക്കുറിച്ച് ഉദ്ബോധനം നൽകുകയും ചെയ്തു. ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷയുടെ വഴിത്തിരിവിന് കൈത്താങ്ങായി ബ്രില്യന്റ് ഉണ്ടെന്നും വേദിയിൽ പ്രഖ്യാപിച്ചു. ഈ ആഴ്ചയിലെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.